ഹായ്. അങ്ങനെ ഏകദേശം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ അടുത്ത കൺട്രി അൺലോക്ക് ചെയ്യാൻ പോവാണ്. അങ്ങനെ തമ്പനയിലും ക്യാപ്ഷനും കണ്ടപ്പോൾ മനസ്സിലായി ഉണ്ടാവും. പിന്നെ അടുത്ത കൺട്രി എന്ന് പറയുന്നത് ചെക്ക് റിപ്പബ്ലിക്. അതിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള പ്രാഗിലോട്ടാണ് പോകുന്നത്. പ്രാഗ എന്നൊക്കെ പറയും ഇവിടെ. പിന്നെ അങ്ങനെ ഒരുപാട് നാളായിപ്പോൾ, ഏകദേശം ഒരു 6 മാസമായി ഞാൻ ഇപ്പോൾ ഒരു കൺട്രി പോയിട്ട്. ഇതിപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച് കണ്ട് പോകുന്നൊരു രാജ്യമാണ്. പിന്നെ കുറേ ആയി പ്ലാൻ ചെയ്യുന്നു. പക്ഷേങ്കിൽ അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ടിക്കറ്റിന് ഭയങ്കര റേറ്റായിട്ട് പിന്നെ പോവാന്ന് വിചാരിച്ചായിരുന്നു. അങ്ങനെ ഇപ്പോൾ ടിക്കറ്റിന് പൈസ കുറഞ്ഞപ്പോൾ അങ്ങനെ ബുക്ക് ചെയ്ത് അങ്ങനെ അപ്പോൾ എയർപോർട്ടിൽ പോകുന്ന വഴിയാണ്. ഇപ്പോൾ ഏകദേശം 7 മണിയായി. 9:30ക്കാണ് ഫ്ലൈറ്റ്. പിന്നെ നമ്മൾ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തുകൊണ്ട് പിന്നെ അവിടെ അത്ര ഡിലേ വരില്ല. നമ്മൾ നേരെ സ്കാൻ ചെയ്യുന്ന ഉള്ളിൽ കയറുന്നു, പിന്നെ നേരെ സെക്യൂരിറ്റി ചെക്കപ്പ്, അത്രേ ഉള്ളൂ. പിന്നെ നമുക്കിവിടെ ചീപ്പായിട്ട് യൂറോപ്പൊക്കെ കറങ്ങാൻ പറ്റിയ ഫ്ലൈറ്റാണ് റയനെയർ എന്ന് പറയും. കോമൺലി എല്ലാവരും അതാണ് ചീപ്പായിട്ട് യൂസ് ചെയ്യൽ. ഞാനും അത് തന്നെയാണ് എടുത്തത്. പിന്നെ അപ്പോൾ നമുക്ക് ഒരു ബാഗേ കൊണ്ടുപോകാൻ പറ്റും. ലഗേജ് ആഡ് ചെയ്യുന്നതിനൊക്കെ വേറെ പൈസ ഉണ്ട്. പിന്നെ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്ത് അങ്ങനെ കയറിപ്പോയാൽ മതി, സീനൊന്നുമില്ല. പിന്നെ ഇവിടുന്ന് ഒരു യഥാർത്ഥ ഗുണം എന്ന് പറഞ്ഞാൽ എന്താ അറിയുമോ, ഞങ്ങൾക്ക് ഇവിടുന്ന് ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ തന്നെ എയർപോർട്ടിലോട്ട് പോവാം. അപ്പോൾ ഞാനിപ്പോൾ ആ റൂമിൻ്റെ അടുത്ത് നിന്ന് ഇവിടെ സെൻറ്ററിലോട്ട് വന്ന്, ഇപ്പോൾ റിഗ സെൻറ്ററിലാണ്, സെൻട്രൽ സ്റ്റേഷൻ എന്ന് പറയും, ഒറിഗോ. പിന്നെ ഇനിയിപ്പോൾ അടുത്ത ബസ് പിടിച്ചിട്ട് നേരെ എയർപോർട്ടിലോട്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ നോക്കിയപ്പോൾ 2 ഡിഗ്രിയൊക്കെ. ഓട്ടം സീസണാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും ജാക്കറ്റിൽ കയറി. പിന്നെ ഈ സമയത്തൊക്കെ പറഞ്ഞാൽ ഒരു 10 ഡിഗ്രി 11 ഡിഗ്രി അത്രയൊക്കെയാണ് ഉണ്ടാവൽ. പക്ഷേങ്കിൽ അതാ ബസ് പോയി. ആ ലീഡോസ്റ്റാന്ന് എഴുതിയാണ് എയർപോർട്ടിൽ പോകണ ബസ്. ലീഡോസ്റ്റ പറഞ്ഞാൽ എയർപോർട്ടാണ് കേട്ടോ, ലാറ്റ്വിയനിൽ. ഇനിയിപ്പോൾ അടുത്ത ബസ് പിടിക്കാം. എന്താ പറയുക, ഒരു 10-15 മിനിറ്റിൽ ഓരോരോ ബസ് ഉണ്ട് എയർപോർട്ടിലോട്ട്, സീനില്ല. അങ്ങനെ രാവിലെ തന്നെ ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് ബസ്സിന് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ഒരു 10 മിനിറ്റ് കൂടി ഉണ്ട് ബസ് വരാൻ. ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് ഇനിയിപ്പോൾ എന്തായാലും പ്രാഗിലെത്തിയിട്ട് എന്തെങ്കിലും കഴിക്കലുണ്ടാവും. ബ്രേക്ക്ഫാസ്റ്റൊക്കെ അല്ലെങ്കിൽ സ്കിപ്പാണ് ഇവിടെ. അങ്ങനെ നമ്മൾ റിഗ എയർപോർട്ട് എത്തി. ഇതാണ് ഇവിടുത്തെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ഒരു ഗുണം. നേരെ ഫ്രണ്ടിലെത്തും. അത് അവിടെ സ്കാൻ ചെയ്ത് ഉള്ളിലോട്ട് സെക്യൂരിറ്റി ചെക്കപ്പിലോട്ട് പോകാം. പിന്നെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഓക്കെ, ഇതാണ് ഇവിടുത്തെ റൺവേ. ഫ്ലൈറ്റുകളൊന്നും അങ്ങനെ കാണുന്നില്ല. ഈ തണുപ്പത്തൊക്കെ എത്ര നല്ല കോസ്റ്റ്യൂം ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. മുകളിൽ ഈ ജാക്കറ്റ് വരുമ്പോൾ ഒക്കെ തീർന്നു. അപ്പോൾ ഓക്കെ, അങ്ങനെ B1 ഗേറ്റിൻ്റെ അടുത്ത് എത്തി. അത് താഴെയാണ് ഗേറ്റ്. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച്. ഇവിടെ നിൽക്കുമ്പോൾ നല്ല രസമല്ലേ. താഴെ പോയാൽ പിന്നെ റോഡ് മാത്രമേ കാണുള്ളൂ. അങ്ങനെ ഈ പ്രാഗ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഓൾഡ് ടൗണും കുറേ ഹിസ്റ്ററിയൊക്കെ ഉള്ള സ്ഥലമാണ്. ഞാൻ കുറേ ആയി ഇങ്ങനെ പോകണം എന്നൊക്കെ വിചാരിച്ചൊരു സ്ഥലമാണ്. പിന്നെ ഇപ്പോഴാണിപ്പോൾ അതൊന്ന് സെറ്റായേ. എന്തായാലും ബാക്കി അവിടെ എത്തിയിട്ട് നോക്കാം. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് കൂടി വരുന്നുണ്ട്. ഇവിടുന്ന് ഇപ്പോൾ ലാറ്റ്വിയയിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകുന്നത്. പിന്നെ അവിടുന്ന് എൻ്റെ ഒരു പോളണ്ടിൻ്റെ വീഡിയോയിൽ കാണാം എൻ്റെ ഒരു ഫ്രണ്ടിന്. അപ്പോൾ അവനും വരുന്നുണ്ട്. അവൻ ജർമ്മനിയിൽ നിന്ന് പ്രാഗിലോട്ട് അവനിപ്പോൾ ഏകദേശം എത്തിയിട്ടുണ്ടാവും. എനിക്കിവിടുന്ന് 2 മണിക്കൂറേ ട്രാവൽ ടൈമുള്ളൂ. പിന്നെ ഞാൻ ഇവിടുന്ന് 9:00 കയറിയാൽ ഒരു 10:30 അവിടെ എത്തും. കാരണം അവിടെ 1 മണിക്കൂർ പിന്നെയും ബാക്കിലാണ്. അപ്പോൾ ഇവിടെയും പ്രാഗുമായിട്ട് അങ്ങനെ അവനുമായിട്ട് ഇങ്ങനെ കറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ജർമ്മനിക്കൊക്കെ പോകാനാണ് പ്ലാന്. എന്തായാലും വ്ളോഗ് ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് ഇതുവരെ പ്ലാൻ ആക്കിയില്ല. ചിലപ്പോൾ ഓരോ ദിവസമായിട്ടായിരിക്കും ചെയ്യുക. എന്തായാലും വീഡിയോ ഒക്കെ പറ്റുന്നവരൊക്കെ ഒന്ന് കാണുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ പിന്നെ ഇവിടെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യൽ എങ്ങോട്ടേക്കാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് കുറവ് അല്ലെങ്കിൽ ബസ് ടിക്കറ്റ് കുറവ്. ബസ്സിൽ പോകാൻ പറ്റുന്ന കൺട്രി ഒക്കെ ഞാൻ കവർ ചെയ്ത്. ഇനിയിപ്പോൾ എല്ലാം ഫ്ലൈറ്റിൽ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണുള്ളത്. ലാറ്റ്വിയ കേട്ടോ. അങ്ങനെ എങ്ങോട്ടാണ് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ കുറവ് നോക്കി അങ്ങോട്ട് ബുക്ക് ചെയ്യലാണ്. ഈ പ്രാഗ് ഞാൻ എന്നോ പോകാൻ വിചാരിച്ചത്. പക്ഷേങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് ഞാൻ പിന്നെ പോകാമെന്ന് വിചാരിച്ച് നിന്ന്. ഇതിപ്പോൾ കുറേ ആയി ഈ വർക്കും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ മൈൻഡ് ആകെ സീനാവും. അപ്പോൾ നമ്മൾ കുറച്ചുണ്ടാക്കിയ പൈസ മാറ്റി വെച്ച് ട്രിപ്പൊക്കെ പോകുന്നത് എന്താ പറയുക അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ശരിയാവില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ വീട് നാടൊക്കെ വിട്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു റെസ്റ്റാണ് സംഭവം. ഇതിങ്ങനെ വർക്ക് ഫുള്ള് സ്കെഡ്യൂൾ ലൈഫല്ലേ. അപ്പോൾ ഒരു ട്രിപ്പൊക്കെ പോകുന്നത് ഭയങ്കര അടിപൊളിയാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് കേട്ടോ. ഫ്ലൈറ്റ് ഇപ്പോഴാണ് വന്നത്. ഏകദേശം 1/2 മണിക്കൂർ ഡിലേ ആണ്. ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. ഇത് വേറെ തന്നെ ഫീലാണ്. ഇതിങ്ങനെ നടന്ന് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിൽ ഇങ്ങനെ കയറുന്നു. എന്തായാലും പൊളി.
ബാക്കിലൂടെ ബോർഡിംഗ് ഉണ്ട്, എൻ്റെ ഫ്രണ്ടിലാണ്. അത് നമ്മൾ കയ്യിൽ ടിക്കറ്റിൽ കാണിക്കും. പൈലറ്റിൽ നിന്ന് ഇറങ്ങാൻ പോലെയുള്ള സമയമല്ല, നേരെ വന്ന് ഇറക്കുന്നു, അടുത്ത ട്രിപ്പ് അടുത്ത. അങ്ങനെ ഫ്ലൈറ്റ് കയറട്ടെ. ലാറ്റ്വിയ ബൈ ബൈ ഫോർ നൗ. ഏകദേശം 2 മണിക്കൂർ ട്രാവൽ ടൈമാണ് പറഞ്ഞത്, പക്ഷേ ഇയാൾ 1.5 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തിച്ചു. എന്തായാലും ഓക്കെയാണ്. ഇനിയിപ്പോൾ സെൻട്രലിലോട്ട് ബസ് എങ്ങനെ പിടിക്കണം, അതിൻ്റെ പരിപാടി നോക്കട്ടെ. ചെറിയൊരു എയർപോർട്ടാണ്, വലിയ വലിപ്പമൊന്നുമില്ല. പിന്നെ പക്ഷേ ആൾക്കാരും ഭയങ്കര കുറവാണ്. പ്രാഗ് എയർപോർട്ടിൽ നിന്ന് ഞാനങ്ങനെ ബസ് എടുത്തിട്ടാണ് സെൻട്രലിലോട്ട് പോകണേ. ഇത് പബ്ലിക് ട്രാൻസ്പോർട്ടാണ്, പക്ഷേങ്കിൽ നമുക്ക് ഇത് ഡയറക്റ്റ് സെൻട്രലിലോട്ട് പോവില്ല. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് മെട്രോ കയറിയിട്ട് പോകണം. ഇത് മറ്റേ പാരീസ് മെട്രോ ഒക്കെ പോലെ തന്നെ കുറച്ച് പഴയ സെറ്റപ്പാണ്, കണ്ടിട്ട് പേടിയാണ്. അങ്ങനെ എനിക്ക് സെൻട്രലിലോട്ട് പോകാനുള്ള മെട്രോ വന്നു. അങ്ങനെ ഞാൻ എല്ലാ ബസ്സും മെട്രോ ഒക്കെ കയറിയിട്ട് ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അവനിവിടെ ബസ് സ്റ്റാൻഡിലുണ്ട്. അപ്പോൾ അവനൊന്ന് പോയി പൊക്കട്ടെ. എൻ്റെ അമ്മ, ഇതെന്താണിത്? അയ്യോ, നോക്കണേതാ, എന്തൊരു ഹൈറ്റ്, ഭയങ്കര ഫാസ്റ്റുമാണ്. അണ്ടർഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അപാരം അണ്ടർഗ്രൗണ്ട്. ഇങ്ങോട്ട് കയറി വരാൻ 2 വലിയ എസ്കലേറ്റർ എടുത്തിക്കേണ്ടി വന്നു. അങ്ങനെ ഫൈനലി ഞാൻ പുറത്തെത്തി ഗായ്സ്. ആഹാ, പഴയ ഒരു ഓൾഡ് ടൗണൊക്കെ. അമ്മേ, മെട്രോ സ്റ്റേഷന്, അതിൻ്റെ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയ ട്രാം ഇത്. അവനവിടെ ഇവിടെ മെഗ്ഡിയിലുണ്ടെന്നാണ് പറഞ്ഞത്. ആക്ച്വലി ഇതാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ടിക്കറ്റ്. ഞാനിത് 24 hours അടുത്ത്. പക്ഷേ ഇത് സൈഡിൽ കണ്ടില്ല, ഇത് ഒറ്റ പ്രാവശ്യം മാർക്ക് ചെയ്താൽ മതി. ഞാൻ 2 പ്രാവശ്യം മെഷീനിൽ കൊണ്ടുപോയിട്ടിട്ട് അത് മേലെ വന്നത്. അപ്പോൾ എന്നോട് ആ ചക്കർ പറഞ്ഞു 1 പ്രാവശ്യം ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ എയർപോർട്ടിൻ്റെ പുറത്ത് തന്നെ മെഷീനുണ്ട്, PIDൻ്റെ. അതിൽ നമ്മൾ 24 hours ഉണ്ട്, 30 minute ഉണ്ട്, 1 മണിക്കൂറുണ്ട്. അങ്ങനെ എടുത്തിട്ട് അവിടുന്ന് ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ മതി. അപ്പോൾ അതിൽ കാണിക്കുന്ന ബസ്സിൽ കയറുക, പിന്നെ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ആ മെട്രോ സ്റ്റേഷൻ 2 മെട്രോ മാറി കയറണം. അതൊക്കെ അതിലിങ്ങനെ കാണിക്കും. അപ്പോൾ അങ്ങനെ വന്നാൽ മതി. പിന്നെ 24 മണിക്കൂറിന് എത്ര 5 യൂറോൻ്റെ അടുത്തുള്ളൂ ടിക്കറ്റ്. ഇവിടെ യൂറോ അല്ല കേട്ടോ, ഇവിടെ പ്രാഗത്തെ വേറെ ക്യാഷാണ്. അതിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ചാർജ് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ഇത്രയും വലിയ സിറ്റിയിൽ അതൊക്കെ ഭയങ്കര ചീപ്പായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഹബീബിനെ കാണാൻ പോവാ. ഹബീബി ഇവിടെ വീഡിയോ ആണ്. വെൽക്കം ടു പ്രാഗ്. കിട്ടി. അന്ന് പ്രാഗിൽ നിന്ന് അതേ കണ്ട. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? അടിപൊളി. എത്ര മണിക്കൂറുണ്ട് ജർമ്മനി ഇങ്ങോട്ട്? 4 മണിക്കൂർ തന്നെ അത്രേ ഉള്ളൂ. ഞാൻ 2 മണിക്കൂർ കൊണ്ട് എത്തി. 1.5 മണിക്കൂർ കൊണ്ട് പൈലറ്റ് എത്തിച്ച്. ട്രാമൊക്കെ സെറ്റാണ്. പിന്നെ 1 മണിക്കൂർ ഡിലേ ആയിരുന്നു. പക്ഷെ ഇയാളെങ്ങനെ ചവിട്ടിയിട്ട് 1/2 മണിക്കൂർ ആക്കി. അപ്പോൾ ട്രാമൊക്കെ നല്ല രസം, എല്ലാം ഡിഫറെൻറ്റ് കളേഴ്സാണ്. എങ്ങോട്ടാ പോവാ? അതായത് ഒരു വൈറ്റ് ഇതാ, അവിടെ ഒരു ബ്ലാക്ക്. അതിന് ബാക്കി ഓരോന്ന് സെറ്റാക്കാം. ഈ സാധനം ഇട്ടാ വന്ന് ഞാൻ കണ്ടില്ലേ, സെറ്റ് വിൻ്റർ ജാക്കറ്റ്. ബാഗൊന്നും ഇട്ട് നടക്കാൻ കഴിയാണ്ട് ഇവിടെ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ഇവിടെ ഒരു ലഗേജ് സ്റ്റോറിൽ കൊടുത്തതാണ്. ഏകദേശം ഒരു ദിവസത്തേക്ക് 80 ചെക്ക് ക്രൂണോ എന്നാണ് പറയുക. അതാണ് ഇവിടുത്തെ ക്യാഷ്. ചെക്ക് ക്രൂണോ 80. പിന്നെ അത് ഏകദേശം 3 യൂറോ 30 സെൻറ്റ് അത്ര വരും. എന്തായാലും അവൻ തൂക്കി നടക്കണ്ടല്ലോ. എന്തായാലും സെറ്റില്ല മഴ. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും കയറി നിന്നേ തിന്നാം. അതൊക്കെ മെട്രോൻ്റെ ബ്രിഡ്ജാന്ന് തോന്നുന്നു. അങ്ങോട്ടൊക്കെ ബിൽഡിംഗ് കാണാൻ എന്ത് രസമെന്നാ കണ്ടോ, പരന്ന് കിടക്കുന്നു. അവിടെ ഇവിടെ മൊത്തത്തിൽ ഫ്ലാറ്റ് അല്ല, കുന്നും അതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ കണ്ട് അവിടെ, ഞാൻ നോക്കി വരുമ്പോൾ കണ്ട് കുറേ മറ്റേതില്ലടാ കോറിയൊക്കെ ഇല്ലേ, കോറി സെറ്റപ്പൊക്കെ. ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഞാൻ ഇന്നലെ കഴിച്ചതാണ് ഫുഡ്. അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് പിzzയൊക്കെ ചാമ്പാൻ വിചാരിച്ചു രാവിലെ തന്നെ. എല്ലാത്തിൻ്റെയും പ്രൈസ് ഉണ്ടോ? പക്ഷേ ഇത് യൂറോയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത്ര വരില്ല. 1 യൂറോ എന്ന് പറയുന്നത് 24 ക്രോണാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള പിസ്സ വന്നു. മനാപ്പ ചാമ്പല്ലേ, നല്ല വലിപ്പമുണ്ട്. പ്രാഗിൽ വന്ന് ബാഗൊക്കെ വെച്ച് ഫുഡൊക്കെ കഴിച്ച്, പിന്നെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഉച്ചയായി. ഒരു പിസ്സയൊക്കെ കഴിച്ച് സെറ്റായി. ഇനിയിപ്പോൾ അടുത്ത ഞങ്ങൾ പിന്നെ ലൊക്കേഷൻ തപ്പി പോയിക്കൊണ്ടിരിക്കുക. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെ ഒറ്റ ടിക്കറ്റ് എടുത്താൽ മതി. അത് നമുക്ക് ഇവിടെ 24 ഹവേഴ്സിൻ്റെ അടുത്ത എല്ലാം നമുക്ക് മെട്രോയും ബസ്സും ട്രാമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കണക്കിന് അതാ നല്ലത്, കാരണം അത് ഇത്രയും ചീപ്പായിട്ട് ഇങ്ങനെ കിട്ടണതല്ലേ. വെറുതെ നടന്ന് ആവണമെന്നില്ല, എല്ലായിടത്തേക്കും മെട്രോയും ട്രാമൊക്കെ ഉണ്ടാനും.
പിന്നെ ഏകദേശം ആ ഓൾഡ് ടൗണിൻ്റെ അടുത്തേക്ക് പോയാൽ എല്ലാം അടുത്തടുത്താണ് ലൊക്കേഷനൊക്കെ വരുന്നത്. എന്താ വെച്ചാൽ നല്ല കാണാൻ പറ്റിയ പ്ലേസൊക്കെ. അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. ഇവിടെയൊക്കെ കാണുമ്പോൾ നാട്ടിലൊക്കെ പോലെ തന്നെ ഉണ്ട് കടകളൊക്കെ. പഴയൊരു വണ്ടി ഇതാ മോനെ സെറ്റ് വിൻറ്റേജ് കറക്റ്റ് കിട്ടി. സ്ട്രീറ്റൊക്കെ അടിപൊളി. ആ കുന്നിൻ്റെ മുകളിലൊരു സംഭവം അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടെ പോയാൽ ഇത് മൊത്തം ഇങ്ങനെ ഓൾഡ് ടൗണൊക്കെ ഇങ്ങനെ കാണാമെന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് അങ്ങോട്ട് നല്ല കിടിലം വ്യൂ. അവിടെ കുറേ ചർച്ച് ഇതൊക്കെ ആയിട്ട് അടിപൊളി, ഒരു രക്ഷയില്ല. അതാ താഴെ കുറേ ബോട്ടൊക്കെ. എന്നൊരു മൂടി ക്ലൈമറ്റ് ആയതുകൊണ്ട് അങ്ങനെ ക്ലാരിറ്റി തോന്നുന്നില്ല ക്യാമറയിൽ. എങ്ങനെയുണ്ട് മനാഫേ? ആ സെറ്റില്ലേ? അങ്ങോട്ട് പോയോക്കാം. അതന്നെ, അത് കണ്ട് അങ്ങോട്ട് എങ്ങനെയാണോ ബസ് ഉണ്ടാവോ? അതായത് നോക്കാം. നമ്മളിപ്പോൾ പോകേണ്ടതാ അവിടേക്കാ. അതെന്തായാലും വെച്ച് പിടിക്കുക. ഈ വണ്ടികൾ ഇവിടെ അത്യാവശ്യം കാണുന്നുണ്ട്. ഒരു വിൻറ്റേജ് ടൈപ്പ് ആക്കിയതാണെന്ന് തോന്നുന്നത്. എൻ്റെ സൈറ്റ് സീയിങ് ഒക്കെ പോലെ. അതായത് ഇതൊക്കെ സൈറ്റ് സീയിങ് ബസ്സാണ്. എന്താ മനാഫേ മാരകമായ ഫോട്ടോഷൂട്ടിലാ. ഇതൊക്കെ എന്താണാവോ? അതെ അതെ, അതിൻ്റെ പാലം കൊള്ളാം. പിന്നെ അങ്ങോട്ടേക്കുള്ള വ്യൂ ആ ഒരു രക്ഷയില്ലാത്ത സെറ്റ് പൊളി വണ്ടികൾ. ക്ലൈമറ്റ് ഏതായാലും പ്രതികൂലമായിപ്പോയി, കുറച്ച് ഡള്ളാ. എന്നാലും ഞങ്ങൾ മൊത്തം കണ്ടിട്ടേ പോകും. സൂര്യൻ എങ്ങനെ വെയിൽ വരുന്ന വരെ നമ്മളിവിടെ നിൽക്കുന്നതാണ്, അത്രേ ഉള്ളൂ തീരുമാനം. അതെ, വെയിൽ വരുമായിരിക്കും എന്തായാലും. ഇനി മഴയൊന്നും കാണുന്നില്ലല്ലോ അങ്ങനെ. സൂര്യൻ പുറത്ത് വരും. ഇപ്പോൾ ഫോട്ടോ എടുത്തിട്ടൊന്നും ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. എന്നാലും എല്ലാം നമുക്ക് അനുകൂലമാവില്ലല്ലോ. അവിടെയും കുറേ ബ്രിഡ്ജ് ഉണ്ട്. ഞങ്ങളിത് അവിടെ ഒരു ബ്രിഡ്ജിൽ അത് അപ്പുറം ഉണ്ട്. എന്തായാലും ഞങ്ങളെ ഡെസ്റ്റിനേഷനിലോട്ട് പോയിക്കൊണ്ട് നിൽക്കണം. അവിടെ കുറേ പടിയൊക്കെ കാണുന്നുണ്ട്, അത് കയറിയിട്ട് പോകണം. ഇതിൻ്റെ മുകളിൽ കയറിയാൽ ചിലപ്പോൾ നല്ല വ്യൂ ഉണ്ടാവും. ഇങ്ങോട്ടേക്ക് ഓൾഡ് ടൗൺ ഇതൊക്കെ കാണാമെന്നാണ് പറഞ്ഞത്. എന്നാലും ഒന്ന് കയറി നോക്കിയിട്ട് ഇറങ്ങിയിട്ട് വേണം ഈ തായ് ഭാഗത്തൊക്കെ കറങ്ങാൻ. ഈ റൂട്ട് അങ്ങനെ അങ്ങോട്ടൊക്കെ പോകുന്നത് ഓൾഡ് ടൗൺ ആണ്. ഇത് ഞാൻ ആദ്യമായിട്ട് കാണാം 100% ഇലക്ട്രിക് ബോട്ട്. അതിന് ശരിക്കും സൗണ്ടൊന്നും ഇല്ല. മറ്റേ എൻജിൻ്റെ മോട്ടർ പ്രാന്നില്ല, അതൊന്നും ഇല്ല. സൗണ്ട് ഇല്ലാണ്ടത് പോകണം. അത് 2 ബോട്ടും. അങ്ങനെ ഞങ്ങൾ ഈ സ്റ്റെപ്പ് കയറാൻ പോവാണ്. അമ്മ ഇതെന്ത് വലിയ പട്ടിയാ. ഒരു പട്ടിനെ കാണിച്ചിട്ട് എന്ത് വലിപ്പാ അല്ലേ എൻ്റെ അമ്മ, വലിയൊരു പട്ടി. ഞങ്ങളത് നല്ല സ്റ്റെപ്പ് കയറട്ടെ. മോനെ ഇത് കുറേ ഉണ്ടല്ലോ. ഏതിലൂടെ കയറണോ? നമ്മൾ വലതുവശത്തൂടെ കയറാം. നല്ല ഹൈറ്റുണ്ട് സ്റ്റെപ്പിന്. ഞങ്ങളിപ്പോൾ ഇത്തിരി കയറി. അതെന്താടാ ടോയ് ട്രെയിനോ? ഞങ്ങൾ ഒരു ടോയ് ട്രെയിൻ കാണിച്ചതാ. റോട്ടിലൂടെ പോകുന്നതാണെന്നുള്ളു. പക്ഷേ ഒക്കെ സൈറ്റ് സീയിങ്ങിൻ്റെ വണ്ടികളാണ്. അങ്ങോട്ടൊക്കെ അത് ഓൾഡ് ടൗൺ ആണിതാ. ഞങ്ങൾ അത്ര അത്യാവശ്യം കയറി. ഇപ്പോൾ ചെറുതായിട്ട് നല്ല വ്യൂ ഒക്കെ തുടങ്ങിയാണ്. കതച്ച് കായ്സ് മോനെ, മെൻ്റൽ ഹെൽത്ത് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ട്രിപ്പ് വന്നത്. ഇത് അതിലേക്കും വേഴ്സ്റ്റാണ് ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറഞ്ഞ പോലെ. 4 സ്റ്റെപ്പ് വരെ പോയി കുഴങ്ങി. ഒന്നാമത് തണുപ്പത്തും കൂടെ ആയിട്ടാണ്. അത് ഞാൻ കയറിയിട്ടുള്ള ഫസ്റ്റ് വ്യൂ ഞാൻ കാണിച്ചുതരാം. അടിപൊളി. എന്തൊക്കെയോ അതിൻ്റെ ഇടയിൽ കൂടെ പൊങ്ങി കാണുന്നുണ്ട്. അവിടെ കാണാനാണ് ചാൾസ് ബ്രിഡ്ജ്. ആൾക്കാർ കുറേ നടക്കണില്ല. അത് വാവ്, ഇത് അത്യാവശ്യം ഉണ്ടല്ലോ കാണാൻ. ഇത് കണ്ട് തീരുമോ? നടന്ന് നമ്മൾ ഈ കുന്നിൻ്റെ മുകളിലെത്തി. ഇതെന്തിനാ കറങ്ങണമെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ഇത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണ്ടേ. ഇതാണ് ആ വ്യൂ. വാ പൊളി. അവിടെ കാണാനാണ് മോസ്റ്റ് ഫേമസ് ചാൾസ് ബ്രിഡ്ജ്. പിന്നെ അത് അവിടെ ഓൾഡ് ടൗണിൻ്റെ അത് തന്നെ. എന്നാലും ഈ വ്യൂ അത്യാവശ്യം വർത്താണ്. എന്തായാലും ഇവിടെ ഈ സ്റ്റെപ്പ് കയറി വന്നതിൽ കാര്യമുണ്ട്. കാരണം ഈ ഒരു നല്ലൊരു വ്യൂ കിട്ടി ഇവിടുന്ന്. നല്ല ഭംഗിയുണ്ട്. ഇവിടുന്ന് ഏകദേശം പ്രാഗ് മൊത്തമായിട്ട് കാണാൻ പറ്റും. കണ്ടില്ലേ? ഒന്ന് കാണിച്ചു കൊടുത്താ, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. എന്തായാലും അടിപൊളി. അടുത്തതിന് ആ ചാൾസ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്കാണ് പോകേണ്ടത്. പക്ഷെ ഇതിലൂടെ ഇങ്ങനെ കുറച്ച് പോയിട്ടേ അവിടെയും കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അതും കൂടിയൊക്കെ ഒന്ന് ജസ്റ്റ് കാണണം. പിന്നെ എന്തായാലും സെറ്റാക്കാം.
ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ഈ ഫേമസ് ഒരു ലാൻഡ്മാർക്കാണ് ഈ ചാൾസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്, പ്രാഗിൻ്റെ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഹിസ്റ്ററി ഞാൻ പറഞ്ഞുതരാം, അത് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. വാ, അതാ അവിടെ ഒരു ഓൾഡ് ബ്രിഡ്ജാണ്, കുറച്ച് സ്ട്രോങ് ആയിട്ട് കണ്ടില്ലേ. അതിന് തൊട്ടപ്പുറത്ത് വന്നൊക്കെ പുതിയതായിട്ട് വന്നതാണ്. അവിടെ ഈ ചാൾസ് ബ്രിഡ്ജ് ആദ്യം ഒരു വുഡൻ ബ്രിഡ്ജായിരുന്നു 1200-കളിൽ. ആ സമയത്ത് മറ്റേ ചാൾസ് 4-ാമൻ വന്ന് പറഞ്ഞു പിന്നെ ഫ്ലഡിലൊന്നും ഒലിച്ചു പോകാത്ത നല്ല സ്ട്രോങ് ബ്രിഡ്ജ് ഉണ്ടാക്കാൻ. അപ്പോൾ 1300-കളിലാണ് ആ കട്ടിയുള്ള ബ്രിഡ്ജ് അവിടെ ഉണ്ടാക്കിയത്. അത് ഇപ്പോഴും അതേപോലെ അത് നിലനിൽക്കുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല സ്ട്രോങ് ആണത്. അതാണ് സംഭവം. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തേക്കാണ് അടുത്ത പോകാൻ പോണത്. അതെന്തായാലും ഒന്ന് കാണേണ്ട കാഴ്ച. അവിടെ രാത്രി അവിടെ ഇപ്പോഴും മറ്റേ സ്ട്രീറ്റ് ലൈറ്റ് ഇവർ മാനുവലി കൊണ്ടുപോയി കൊളുത്തണതാണ്. അപ്പോൾ അതൊക്കെ രാത്രി ഉണ്ടാവുമെന്ന് വിചാരിക്കുക, ഒന്ന് കാണണം എന്തായാലും. ഞങ്ങൾ ആ ടോപ്പ് വ്യൂ ഒന്ന് ആ ബാക്കിൽ കാണണം. അവിടെ നിന്ന് ജസ്റ്റ് ഒരു പാർക്കിലോട്ട് കയറിയതാണ്. നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ഒരു കുന്നിൻ്റെ മുകളിൽ തന്നെ, അതാ കണ്ടാൽ മനസ്സിലാവുക. പിന്നെ അതാ ഇവിടെ ഒരു കുന്നിൻ്റെ മുകളിലൊരു ലേക്ക്, തടാകം. ഇതൊക്കെ എങ്ങനെയാണ് ഇതിൽ വെള്ളം നിൽക്കണേ? ആ പിന്നെ പോയില്ലേ. ഇതാ കുറേ കിടിലൻ വണ്ടികൾ. എങ്ങനെയുണ്ട് മനാഫേ, ഒന്ന് പഠിച്ചാലോ? നൈസ്. ആ കുന്നിൻ്റെ മുകളിലാ, പൊളി വ്യൂ കേട്ടോ. അവിടത്തെങ്ങാട്ടും അടിപൊളി വ്യൂ ഇവിടെ. മറ്റേ ബ്രിഡ്ജൊക്കെ അവിടെതാ. ഇവിടെ നിന്നാണ് ശരിയായ വ്യൂ കണ്ടോ, പൊളി. ഒരു 180 ഡിഗ്രി കിട്ടും. അവിടെ കണ്ടെങ്ങാട്ട് കിടിലൻ വ്യൂ കേട്ടോ. ഇവിടെ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ ഇവിടുന്ന് നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ഉണ്ട്. മെല്ലെ അത് അങ്ങോട്ടേക്ക് പോവാം. അവിടെ കുറച്ച് അടിപൊളി സ്ഥലമാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തും ഉണ്ട്. അതിങ്ങോട്ടേക്ക് പോയി നോക്കാം. പാർക്കിലൂടെ ഇങ്ങനെ നടന്നത് അവിടെ വേറെ എന്തോ ഒരു ചർച്ചൊക്കെ പോലെ സെറ്റപ്പ്. പിന്നെ ഫ്രണ്ടിൽ ഇതാ കഫേയൊക്കെ ഉണ്ട്. പിന്നെ അത് അവിടെ നല്ല വ്യൂ ആണ്. എന്തായാലും ഒന്ന് അവിടെ പോയി നോക്കട്ടെ. അതാണ് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ഫ്ലാഗ്, വൈറ്റ് റെഡ് പിന്നെ ട്രയാങ്കിളിൽ ബ്ലൂ ആയിട്ട് വരുന്നത്. ഏതാ വ്യൂ മനാഫേ. ഈ ചെയറിന് എന്ത് കൊടുക്കുക? അതെ ഗായ്സ്, ഏതാ വ്യൂ. ഈ പാർക്കിലൂടെ ഞാൻ പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ നല്ലൊരു ക്യൂ ഉണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു നോക്കിയപ്പോൾ ഇതൊരു പ്രസിഡൻറ്റിൻ്റെ ഹോമാണ് ഇവിടുത്തെ. ഇത് ഇയർലി 3 പ്രാവശ്യം എങ്ങനെയാണ് തുറക്കുക. ഞങ്ങളെന്തോ ലക്കിയാണ്, കാരണം ഇന്ന് ഒരു ദിവസമാണിത്. ഉള്ളിലോട്ട് ക്യാമറ ഒന്നും കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഏകദേശം 1 മണിക്കൂർ വെയിറ്റിന് ശേഷം ഞങ്ങൾ ഉള്ളിൽ കയറാൻ പോവാണ്. എങ്ങനെയാണ് ഉള്ളിലോട്ട് കയറുന്നത്? ഇത് കുറേ കൊല്ലം പഴക്കണ്ട, 1915 ഉണ്ടാക്കിയതാണ്. ഞാൻ വിചാരിച്ചു ഈ പാർലമെന്റ് അല്ല, ഈ പ്രൈം മിനിസ്റ്ററുടെ ഗസ്റ്റ് ഹൗസ് എങ്ങനെയാണ് ഇത്, ഉള്ളിൽ ജസ്റ്റ് കയറി കണ്ടാൽ മതി എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത് ഒരു ഗൈഡ് വന്ന് എല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. മൊത്തം ചെക്കിലാണ് പറഞ്ഞത്. ചെക്ക് ലാംഗ്വേജ് നമുക്കൊന്നും മനസ്സിലായില്ല. ഇംഗ്ലീഷാണ് എന്തേലും മനസ്സിലായിരുന്നു. പിന്നെ പോരാത്ത ഞങ്ങൾ 2 ഇന്ത്യക്കാർ മാത്രം. അവരും വിചാരിക്കുന്നുണ്ടാവും ഈ അതിർത്തിയിൽ ഏതാ ഈ 2 പുറമ്പോക്കെന്ന്. ഏതാ മനസ്സിലായ പോലെ അഭിനയിച്ചു. പിന്നല്ല, മുഖത്ത് നോക്കുമ്പോൾ പിന്നെ തല കുലുക്കി കൊടുക്കണ്ടേ. അങ്ങനെ ഞാനിതാ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം. ഇതാണ്, അവനാണ് പറയുന്നതാണ് ഗൈഡ്. അത്രയും ആൾക്കാരുണ്ടായിരുന്നു. എന്തൊക്കെയോ പറയുന്നൊന്നും മനസ്സിലാവണം. ആരോട് ചോദിച്ചോ. പിന്നെ അതാണ് ഇവിടുത്തെ ഒരു വ്യൂ. അങ്ങനെ സീനി. ആ ചാൾസ് ബ്രിഡ്ജിലൊക്കെ എത്രങ്ങാനും ആൾക്കാരാണെന്നറിയോ. മറ്റേ ബ്രിഡ്ജൊക്കെ കാലി, അവിടെ ഫുള്ള് ആൾക്കാർ. അതാണ് ഒരു മൊത്തത്തിലുള്ള വ്യൂ. എന്നാലും ഗൈഡ് അടിപൊളിയായിട്ട് എല്ലാം പറഞ്ഞു തന്നെ. എൻ്റെ മനാഫേ എല്ലാം മനസ്സിലായില്ലേ? ഒരുത്തം കൂടെ ഒരേ കയ്യടി. എല്ലാം മനസ്സിലായി. ആ മുതൽ ലാസ്റ്റത്തെ അക്ഷരം എന്താ ഇംഗ്ലീഷ് അറിയുള്ളൂ, മലയാളത്തിൽ അറിഞ്ഞൂടാ. അതുവരെ എല്ലാം മനസ്സിലായി. അവിടുന്ന് മെല്ലെ ഒന്ന് താഴോട്ട് ഇറങ്ങിയതാ. ഇവിടെ നിങ്ങളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന വേറൊരു വ്യൂവും കൂടെ ഉണ്ട്. വാവ്, ഓ ഇതാണ് പൊളി. ഈ സൈഡ് ഞങ്ങളിനിപ്പോൾ അടുത്ത് പോകുന്നത് അങ്ങോട്ടേക്കാ. അത് നല്ല ദൂരം ഉണ്ടല്ലോടാ അങ്ങോട്ട്. എന്തായാലും അങ്ങോട്ട് പോകണം. പൊളി. ഇതൊക്കെ ഓൾഡ് ടൗണാണ്, പഴയ കുറേ ബിൽഡിങ്ങുകളാണ് ഈ കാണുന്നത്. പിന്നെ അങ്ങോട്ടേക്ക് മിക്സായിട്ട് പഴയത് പുതിയത് എല്ലാം ഉണ്ട്. പൊളി. കുറേ ബോട്ടും. നല്ല വ്യൂ, അടിപൊളി വ്യൂ, ഒരു രക്ഷയില്ല.
ഞാനിവിടെ നിന്ന് ഒരു ഫുൾ വ്യൂ കാണിച്ചത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നിടത്ത് നിന്ന് ഏകദേശം ആ പ്രാഗ് ഫുള്ളായിട്ട് കാണാം. അവിടെ ആ ഒരു ഗോൾഡൻ ക്യാപ്പിൽ കാണുന്നതാണ് ഇവിടുത്തെ നാഷണൽ തിയേറ്റർ. അങ്ങനെ ഇവിടെ ഈ എന്താ പറയുക, ഈ വർഷത്തിൽ 3 ദിവസം ഈ തുറക്കണേ ഇവിടെ ഈ പാർലമെൻറ്റ് വരാൻ പറ്റുക, പാർലമെൻ്റ് അല്ലല്ലോ ഗസ്റ്റ് ഹൗസ് അല്ലേ, അപ്പോൾ ആ ഗസ്റ്റ് ഹൗസിൽ വരാൻ പറ്റിയത് ഈ വ്യൂ ഒന്ന് കാണാൻ പറ്റി. കാരണം ഇവിടെ ആ ഗൈഡ് ഇതാ പറഞ്ഞത്, ഇവിടെ ഈ ഒരു വ്യൂ ഇല്ല. കാരണം ഈ പനോരമാറ്റിക് വ്യൂ എന്തായാലും അടിപൊളിയായി. ഇത് എന്താ പറയുക, വല്ലപ്പോഴും ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ലക്കിയാണ്. കാരണം ഇത്ര അടിപൊളി വ്യൂ നമുക്ക് കിട്ടൂല. ഇതൊക്കെ എത്ര കാണാൻ പറ്റി. ഐ എം വെരി ഹാപ്പി. പിന്നെ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ് സംഭവങ്ങളൊക്കെ, കുറേ ടവർ, കുറേ ചർച്ച്, പിന്നെ തിയേറ്റർ ഉണ്ട്. നമ്മളെ മോസ്റ്റ് ഫേമസ് ചാൾസ് ബ്രിഡ്ജ്, പിന്നെ അവിടെ അത് ചർച്ച്, പിന്നെ പ്രാഗ് കാസിൽ എല്ലാം ഇവിടുന്ന് കാണാൻ പറ്റും. പ്രാഗ് മൊത്തത്തിൽ കാണാം. എന്താല്ലേ ഇത് സത്യം പറഞ്ഞാൽ ഈ പ്ലേസിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. കാരണം എന്താ പറയുക, വർഷത്തിൽ 3 ദിവസം എന്ന് പറഞ്ഞാൽ 365 ദിവസത്തിൽ 3 ദിവസം ഇത് ഓപ്പൺ ആക്കുള്ളൂ. അതിലൊരു ദിവസം ഞങ്ങൾക്ക് വരാൻ പറ്റി. അതേപോലെ ഇതിൻ്റെ കോർണറിൽ നിന്ന് കിഡിലും വ്യൂ ആ റിവറിൻ്റെ. എത്രങ്ങാനും ബ്രിഡ്ജുള്ളതെന്നാ, 4, 5, 6, 7, 8 എണ്ണം അവിടുന്ന് ഒറ്റ നിൽപ്പതിന് കാണാം. ട്രാം പോകുന്ന കണ്ടില്ലേ, ഏതോ സിനിമയൊക്കെ കാണും പോലെ അല്ലേ. ഈ സൈഡാണ് നൈസ് കണ്ടില്ല, ട്രാം. പിന്നെ അതേപോലെ ഒരു വിൻറ്റേജ് കാറും അതെ വരണ. നോക്കിയാടാ, ഇത് മറ്റേ വയനാട്ടിൽ ചുരം പോലൊക്കെ ഉണ്ട് ആ വളവൊക്കെ. സൺസെറ്റിൻ്റെ സമയമായി. എവിടെ നോക്കിയാലും നല്ല കിടിലം വ്യൂ. അങ്ങനെ എല്ലായിടത്തും ഈ ഒരു ബെഞ്ചും ഉണ്ട്. ഇപ്പോൾ സൺസെറ്റിൻ്റെ സമയം ആയതുകൊണ്ട് കുറച്ചുകൂടെ സെറ്റായി. അവിടെ റോഡൊക്കെ പൊളി. എന്തായാലും ഈ കുന്നുമ്മ ഫസ്റ്റ് തന്നെ കയറി നന്നായി. കാരണം ഇനിയിപ്പോൾ നാളെ വരാൻ പറ്റുമെന്നുള്ളതെന്ന് അറിയില്ല. ഇന്ന് ഏതായാലും ഇത് മൊത്തം കണ്ടിട്ട് അങ്ങോട്ട് ഇറങ്ങും. ഇനിയിപ്പോൾ നാളെ മൊത്തം അവിടെ കാണാനാണ് വിചാരിക്കുന്നത്. എന്താ രസം ഇത് സംഭവം. ഞാൻ വേറെ എന്തോ കിളിയാന്ന് വിചാരിച്ചേ, പക്ഷെ നാട്ടിലത്തെ അമ്പലപ്രാവില്ലേ ഇവിടെ കുറച്ച് ഫ്രീക്കാ. ഈ കളറിലാണ് വരുന്നത്. അങ്ങനെ നമ്മൾ നടന്നിട്ട് ആ കാസിലിലേക്ക് ഏകദേശം എടുത്തെത്താനായി. അതാണ് സാധനം. മുമ്പോ അടിപൊളി കിട്ടും. അത് പ്രാഗ് കാസിലിൻ്റെ പാർക്കാണ് ഇതൊക്കെ. ഇത് കറക്റ്റ് ഉണ്ടല്ലോ, ഒരു 5 മണിക്ക് ക്ലോസ് ആവും. പക്ഷേങ്കിൽ നമ്മളിതാ കറക്റ്റ് 5 മണി 2 മിനിറ്റ് മുമ്പേ അല്ലേ മനാഫേ? ഏതാ ഭാഗ്യം. എന്തേലും പറ, ലോട്ടറി എടുക്കണമെന്നോ? ഉറപ്പ്. ഭയങ്കര ലക്കാന്ന്. അപ്പോൾ എടാ മറ്റേ ഇതന്നെ, ഇതല്ല ഫോട്ടോ കണ്ടേ? ഞങ്ങൾ നേരത്തെ ഫോട്ടോ കണ്ട ഇതായിരുന്നു. പക്ഷെ ഇന്ന് വരാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല, പക്ഷെ അത് വന്നു. അവസാനം പാർക്കിൽ കയറിയിട്ട് പുറത്തേക്കുള്ള ഗേറ്റ് അപ്പ് നടക്കുക. ഏതോ അടുപ്പിലൂടെയൊക്കെ പോകുന്നുണ്ട്. ഫ്രണ്ടിലാണ് മറ്റേ പാലസ്. സെറ്റ്. ഇതിലൂടെ ഇപ്പം കുറച്ച് ആൾക്കാർ പുറത്തേക്ക് പോകുന്നുണ്ട്. പോയി നോക്കട്ടെ. ഗേറ്റ് വഴി പുറത്തെത്തി. ഇനി ഇതിലോട്ട് കയറാൻ പോട്ടെ. ഇത് ഒരു ബ്രിഡ്ജിൻ്റെ കണക്ഷന്. താഴേക്കൂടെ എന്താണാവോ, റോഡാണോ അതോ പുഴയാണോ? എന്തോ പുഴ പോലെ ഉണ്ട്. വാവ്, ഇതൊരു ഫിലിം കാണും പോലെ ഉണ്ട്. ഒരു ഫിലിം പോലെ അല്ലേ? ഇതൊരു പാലവും പിന്നെതാ അതും പൊളി. അത് കണ്ടിട്ട് ശരിക്കും ഒരു ഹൊറർ ഫീല്. ഇതിപ്പോൾ എൻ്റെ ഇൻഡോറാണ്. മനാഫ്, ഇതെന്താ ഈ ജയിൽ പോലെ കാണണേ? അപ്പൊ പിന്നെ കത്തി മറ്റേ വിറക് കൂട്ടിയിടുന്ന അടുപ്പ് അതാന്ന് തോന്നണേ അല്ലേ? അങ്ങനെ ഇൻഡോറിന്ന് ഞങ്ങൾ മെല്ലെ മറ്റേ ആ ഹൊറർ കത്തീഡ്രലിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. കാച്ചിൽ അമ്പേ കാണാതെ മേലോട്ട് കാണുന്നില്ല. വൈഡാങ്കിളാക്കാം. ഓക്കെ, ഒരു 0.5 ഒരു വീഡിയോ എടുത്ത് നോക്കിയാ കത്തീഡ്രൽ കിട്ടുമോ? അത് ഞാൻ എന്തി നോക്കാം. പോട്ടെ. ഞാൻ പോയടാ. ഇതെന്തായാലും അത്യാവശ്യം കാണാനുണ്ട്. ഇതിൻ്റെ ഒരു ഫ്രണ്ട് സൈഡായത്. ഇനി അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കട്ടെ. അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് യഥാർത്ഥ കാഴ്ച. എൻ്റെ മോനെ സീന്. അവിടെ ആ നടക്കുള്ള ഗോൾഡാണോ? ബ്രൗൺ സൈക്കിളേ. സീന്.
നല്ല ആൾക്കാരും ഉണ്ട്. ഫസ്റ്റ് വന്നപ്പോൾ ഈ കാസിലിൻ്റെ ആ സൈഡിലായിരുന്നു. ഞാൻ വിചാരിച്ചു അതാണ് മെയിൻ എൻട്രൻസ് എന്ന്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ആണ് ശരിക്കും മനസ്സിലായത് ഇത് കുറേ ഇൻഡോർ ഉണ്ട്. ഇതാണ് ശരിക്കും എൻ്റെ ഫ്രണ്ട്. കുറേ പെയിൻറ്റിങ്ങും പിന്നെ ഒരു ഹൊറർ ഫീല് സംഭവം. ഇതൊക്കെ പുതിയ ബിൽഡിംഗ് ആണ് ചുറ്റിലുള്ളത്. പക്ഷേ ഇത് പഴയ സെറ്റപ്പ്. എന്തായാലും പള്ളി ഒന്ന് ഫുള്ള് കാണിച്ചു കൊടുക്കേ. എന്നാ പോട്ടെ. ആ ഇൻഡോറിന്ന് വേറൊരു ഇൻഡോറിലെത്തിയതാ. ഇവിടെ ഇത് വേറൊരു ചർച്ച്. ഇതിലേക്ക് വന്ന് കുറച്ചുകൂടി പുതിയതായിട്ട് ഒരു ഉണ്ടാക്കിയാന്ന് തോന്നണേ. എന്തായാലും കൊള്ളാം. ഇതാ ചർച്ചിൻ്റെ ഒരു ബാക്ക് സൈഡാണ്. അപ്പോൾ നല്ല മഴ പെയ്ത് അളഞ്ഞ് ചീഞ്ഞ് ഇവിടെയാണ് ശരിക്കും ഒരു ഹൊറർ ഫീല്. ഇനിയിപ്പോൾ ആ മഴയൊക്കെ പെയ്ത് തൊപ്പിയൊക്കെ ഇട്ട് നടക്കണേ. ഇനിയിപ്പോൾ ആ താഴോട്ട് ഇറങ്ങണോ? ആ ചാൾസ് ബ്രിഡ്ജിൻ്റെ ഒക്കെ അവിടേക്ക് ഉച്ചയ്ക്ക് കയറിയത് അതിൻ്റെ മുകളിൽ. ഇതുവരെ താഴോട്ട് ഇറങ്ങിയില്ല. എന്തായാലും പോയി നോക്കാം. അവിടെ കുറച്ചുകൂടി നല്ല വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഷോപ്പ് ഇടാനൊക്കെ അതാ ഇവിടെയൊക്കെ ഇടണം. കണ്ടില്ലേ സ്റ്റാർബക്സ് ഒക്കെ അതാ നേരെ ഈ കത്തീഡ്രലിൻ്റെ നേരെ താഴെ. നമ്മൾ ആ കത്തീഡ്രലിൻ്റെയും കാസിലിൻ്റെയും അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങുകയാണ്. അതായത് ശരിക്കൊരു ഇറക്കാണ് കേട്ടോ. താഴോട്ടേക്ക് ഇറങ്ങി പോവാ. മനഫെ തെന്നി വീഴുമോ? ലാഭമായില്ല അപ്പോൾ. അതെ, താഴോട്ടേക്ക് ഇറങ്ങുമ്പോൾ അങ്ങോട്ടുള്ള കവാടം, ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ അതും ഒരു കവാടം. പൊളി. അങ്ങോട്ടേക്കാണ് പ്രാഗിൻ്റെ ഓൾഡ് സിറ്റി കാണാം. ഇവിടെയാണെങ്കിൽ ഫുൾ ആൾക്കാരാണ് വ്യൂ കാണാൻ. ഇതെന്താ മാളത്തിലൂടെ എന്തായാലും കാണുന്നുണ്ടോ? എന്താ ഇവിടെ ഒരു ഹോളുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ സിറ്റി കാണാം എന്നൊക്കെ പറയണേ. ചെറുതായിട്ട് കാണാം. പക്ഷെ വലിയ കാര്യമൊന്നുമില്ല. ഫോണൊക്കെ പോയാൽ തീർന്ന്. ഇത് കുറച്ചുകൂടി അങ്ങേ അറ്റത്ത് നല്ലൊരു വ്യൂ ആണ്. എല്ലാം സെയിം തന്നെ. കുറേ നേരമായിട്ട് തന്നെയല്ലേ കാണണേ. പക്ഷേ രാത്രി കുറച്ചുകൂടി അടിപൊളിയായിരിക്കും ഈ ലൈറ്റൊക്കെ വന്നാലേ. ഇതൊക്കെയാണ് കഫേ അല്ലേ? എന്താ ശശി റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? ഓ സെറ്റ്. അങ്ങനെ അഗെയിൻ സ്റ്റെപ്പ്. ഇത് വഴി നേരെ താഴോട്ട് ഇറങ്ങണം. ഈ ഏരിയയിലൊക്കെ അത്യാവശ്യം നല്ല ആൾക്കാരും ഉണ്ട്. പിന്നാണ് മഴ പെയ്തിട്ട് താഴെ ഫുൾ സ്ലിപ്പറി. ഇപ്പോഴാ തല അടിച്ച് വീഴാന്നറിയില്ല. ഇത് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഒരു കഫേ കണ്ടത്. അടിപൊളി. ഞങ്ങൾ ഏകദേശം ആ സ്റ്റെപ്പ് തെന്നി താഴെ എത്താനായി. മോനെ, ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ടു ഇത്രയധികം ട്രാമും ബസ്സും ഒന്നും ഒരുമിച്ച് വരുന്ന കണ്ടിട്ടേ ഇല്ല. കണ്ടോ, അടുപ്പിച്ചടുപ്പിച്ച് ട്രാം വരുന്നത്. മഴയും കൂടി പെയ്ത് ചോർന്നിട്ട് നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇത് മറ്റേ ലാറ്റ്വിയയിലുള്ള അതേ സെയിം ട്രാമാണ്, പക്ഷെ പെയിൻറ്റ് മാറ്റണ്ടെന്നുള്ളു. പിന്നെ വിൻറ്റേജ് ഒക്കെ അടിപൊളി, നൈസ്. കണ്ടോ ഏതാ രസം. ഒരുപാട് വണ്ടികളും ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന കാണാനാണ് രസം. നടന്ന് ആ ചാൾസ് ബ്രിഡ്ജിൻ്റെ ഈ അറ്റത്തെത്തി. അപ്പോൾ നമ്മൾ അവിടെ നേരത്തെ കണ്ട ഒരു 3 ചർച്ചില്ലായിരുന്നു, 3 ടവർ പോലത്തെ ചർച്ച്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വിചാരിച്ചു. അത് ഈ സൈഡിൽ അതൊന്ന് ജസ്റ്റ് കണ്ടിട്ട്. സ്ട്രീറ്റൊക്കെ ഫുൾ ആൾക്കാരാണ്, നല്ല തിരക്കുണ്ട്. നല്ല ഭംഗിയുള്ള സ്ട്രീറ്റാട്ടോ ഇവിടെ. ഓ, ചാൾസ് ബ്രിഡ്ജിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് ഇതൊക്കെ. ഞങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരാം, നല്ല ഓർഗാനിക്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം പച്ചയ്ക്ക് കാണുന്നത്. എന്താ ഇതിൻ്റെ തൈ. അല്ല, ഇഫ് നാച്ചർ ഈസ് ഇല്ലീഗൽ ഫ്രീഡം ഡസൻറ്റ് എക്സിസ്റ്റ്. എന്തായാലും കൊള്ളാം കേട്ടോ കട. ഇതിപ്പോൾ നൈറ്റ് ആയപ്പോൾ ഉണ്ടല്ലോ നല്ല റോയൽ ലുക്കാണ്. ഇവിടുത്തെ ഈ പെയിൻറ്റിങ്ങും പിന്നെ എല്ലായിടത്തും മറ്റേ മഞ്ഞ ലൈറ്റാണ്. ആ ട്രാമൊക്കെ ഏതാ ലെവല്. അങ്ങനെ പോകുന്നതാണ് നല്ല ഭംഗിയുണ്ട്, നല്ല ഒരു റോയൽ ലുക്ക്. പിന്നെ ഓരോ ജംഗ്ഷനും അടിപൊളിയാട്ടോ. ഇപ്പോൾ അവിടെ ആ സ്ട്രീറ്റ് ലൈറ്റും വന്ന് അപ്പം കുറച്ചുകൂടി സെറ്റായി. അത് ട്രാമൊക്കെ പോകുന്നു. ഞങ്ങൾ ഇതിൻ്റെ അടിയിലോട്ടായി പോകണേ. സ്ട്രീറ്റൊക്കെ അതിഗംഭീരം. ചെറുതായിട്ട് മഴയുണ്ട്. മഴ അങ്ങനെ വലുതായിട്ട് പണിയൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഞാറിക്കളിക്കുക. വലിയ സീൻ തരെ വന്നില്ല. അതിൻ്റെ മുമ്പ് റൂമിൽ കയറണം. ഏകദേശം നൈറ്റ് ആയല്ലോ. ഇവിടെ നിന്ന് അങ്ങോട്ട് അടിപൊളി. അതിലൂടെ ഒരു ട്രാമും അതാ വരുന്ന സെറ്റ് വ്യൂ, ഒന്നും പറയാനില്ല. ഓ, അത് സിംഗിൾ പോയി. നൈസ്. ഇവിടെ ഈ ചിമ്മിണി കേക്ക് ഭയങ്കര ഫേമസാണ്.
അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. കുറേ ഫ്ലേവർ ഉണ്ട്. അവിടെ ഇങ്ങനെ ഒറിജിനൽ സിനമൺ, വാൾനട്ട്, വാനില. നീ ഏതാ വാങ്ങിയ? സിനമൺ വിത്ത് ന്യൂട്ടെല്ല. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഐസ്ക്രീമോ, ഓറിയോ ഐസ്ക്രീം. ഇതാണ് എൻ്റെ ഓറിയോ ചിമ്മിനി കേക്ക്. എന്തായാലും ഒന്ന് കഴിച്ചോട്ടെ. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തില്ല. ചിമ്മിനി കേക്കും കഴിച്ച് പിന്നെ ഇതങ്ങനെ മഴയത്ത് ഞങ്ങളിതാ ചാൾസ് ബ്രിഡ്ജ് കയറാൻ പോവാണ്. രാവിലെ മുതലേ കാണൽ തുടങ്ങിയാണ് ഈ ബ്രിഡ്ജ്. പക്ഷെ എപ്പോഴാണ് കയറാൻ പോകുന്നത്? രാത്രിയായി. നല്ല ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട്, അങ്ങോട്ട് പോകുന്നുണ്ട്. എന്തായാലും കയറി നോക്കാം. അത്യാവശ്യം ലോങ്ങാണ്. ചാൾസ് ബ്രിഡ്ജിലോട്ട് കയറി ഗായ്സ്. ഏതാ നൈറ്റും നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല മഴ, അടിപൊളി. ഞാനിപ്പോൾ നാളെ പകലും ഒന്ന് വരണം, ഇതൊന്ന് മര്യാദയ്ക്ക് കാണണം. ചാൾസ് ബ്രിഡ്ജ് കയറി അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നല്ല കിഡിലം വ്യൂ ആണ്. ഇത് കുറച്ച് കത്തീഡ്രൽ, ഇതാ ബാക്കിലും അത് തന്നെ. മുകളിൽ നേരത്തെ കണ്ട കാസിലോ ആ ഹൈറ്റ് നിന്ന് കണ്ടില്ലേ, ഹൊറർ. എന്തായാലും പൊളി. ഞങ്ങൾ ചാൾസ് ബ്രിഡ്ജിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുക. എല്ലാവരും കുടയും ചൂടി വാമുത്തേ. മഴ കൊണ്ട് ചീഞ്ഞ്. അവിടെ നോക്കുമ്പോൾ അടിപൊളി വ്യൂ. ഈ പാലത്തു നിന്ന് വെള്ളത്തിലോട്ട് നോക്കുമ്പോൾ അങ്ങോട്ടും അതേപോലെ ഇങ്ങോട്ടും പിന്നെ നേരെ എല്ലായിടത്തും അടിപൊളി. മുന്നിലാണ് ശരിക്കും അതിൻ്റെ ഓൾഡ് ടൗണും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ബ്രിഡ്ജിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനത്തെ കുറേ സാധനം കാണുമ്പോൾ ശരിക്കും ഒരു ഹൊറർ ഫീൽ. എല്ലാ തൂണുമ്മലും ഉണ്ട്. പക്ഷെ ഞാൻ പണ്ടത്തെ വീഡിയോയിലൊക്കെ കണ്ട ഇത് ആരോ കൊളുത്തണതായിരുന്നു. പക്ഷെ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ബൾബ് പോലെ ഉണ്ടാനും. അതിൻ്റെ ഉള്ളിലൊക്കെ ഈ ലൈറ്റിൻ്റെ താഴെ ഒരു ഹുക്ക് കണ്ടില്ലേ, അത് രാത്രി ആരോ വന്ന് കണ്ടാൽ തിരിച്ചിട്ടാണ് ഈ ലൈറ്റ് കത്തിക്കണേ. ഇത് എന്ത് ടെക്നോളജിയാണാവോ? ഇത് എല്ലാത്തുമ്പോഴും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ സമയം എപ്പോഴാണെന്ന് അറിയില്ല. ഇല്ല അതൊന്ന് കാണാമായിരുന്നു. ബ്രിഡ്ജിമെന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ചെറിയൊരു ഡാം സെറ്റപ്പും ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ഇപ്പോഴാണ് കാണുന്നതെന്നാ. നൈറ്റ് ഏതാ വൈബില്ലേ മനാഫേ? മഴ കുറയുന്നുണ്ടെന്ന് തോന്നണം. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് വന്നൊരു സ്ഥലമാണ് ഇപ്പോൾ ഈ പ്രാഗിൽ. ഞാൻ സത്യത്തിൽ ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ വന്നതിലും ഇതൊക്കെ കാണാൻ പറ്റിയല്ലോ. പിന്നെ യൂറോപ്പിൽ തന്നെ അത്യാവശ്യം അടിപൊളി ഓൾഡ് ടൗൺ ഒക്കെയാണ് ഇവിടെ. പിന്നെ ഞാൻ ഇപ്പോൾ കുറച്ച് കണ്ടിട്ടുള്ളൂ, ഇനി ബാക്കി കാണാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ ചാൾസ് ബ്രിഡ്ജ് എന്നൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ ഓർമ്മ വന്നപ്പോൾ പറയാണ്. സന്തോഷ് ജോർജ് കുളങ്ങര തന്നെ പറഞ്ഞാണല്ലോ, ഒരുപാട് എന്താ പറയുക യൂറോപ്പിൽ അത്യാവശ്യം അടിപൊളി പിന്നെ ഓൾഡ് ടൗൺ ആണ് പ്രാഗിൻ്റെ എന്നൊക്കെ. അത് സത്യമാണ്. പിന്നെ അതായത് ഇത് കൊടുക്കുക കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ആ മഴയും കൂടെ ആയപ്പോൾ വേറെ തന്നെ ഒരു ഫീല്, ഒരു വാം ടച്ച് ലൈറ്റാണ് എല്ലായിടത്തും. പിന്നെ ഇന്നത്തെ എൻ്റെ ഈ വ്ളോഗ് ആയപ്പോൾ അവസാനിപ്പിക്കും. ബാക്കിയൊക്കെ നാളെ പകൽ നല്ല വൃത്തിയായിട്ട് കാണിച്ചു തരാം ഈ ബ്രിഡ്ജൊക്കെ. അങ്ങനെ നടന്ന് ഈ അറ്റത്തെത്തി ഗൈസ്. ഇനി അതിനത്രയൊന്നുമില്ല. അതാ ഇവിടെ എൻ്റെ കുരിശ് എന്തൊക്കെ കാണുന്നുണ്ട്. അത് ഇതൊക്കെ ചെക്കിലാണ്, നമുക്ക് മനസ്സിലാവണില്ല. ഇതാണ് ചാൾസ് ബ്രിഡ്ജ്. നടന്ന് ഇക്കരെത്തി. ഈ കാണുന്നതാണ് ചാൾസ് ബ്രിഡ്ജിൻ്റെ ഈ അറ്റത്തുള്ള എൻട്രൻസ്. ആ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് കൊണ്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ വേറെ അടിപൊളി ഒരു ചർച്ച് ഇതാ. പിന്നെ അത് അവിടെ എന്തോ മെയിൻ്റനൻസ് ഒക്കെയാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ വേറൊരു ഓൾഡ് ടൗണിൻ്റെ എൻട്രൻസിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒന്ന് ഉള്ളിലോട്ടൊക്കെ ഒന്ന് കയറി ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ. മഴ എന്നിട്ടും കഴിഞ്ഞില്ല കേട്ടോ, ചെറുതായിട്ടുണ്ട്. ജാക്കറ്റ് ഇങ്ങനെ ക്യാപ്പുള്ളെടുത്ത് നന്നായി, നനയേണ്ടി വന്നില്ല. എന്തായാലും കുഴപ്പമില്ല. നമ്മൾ ഫസ്റ്റായിട്ട് ഒരു രാജ്യത്ത് വരുമ്പോൾ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം. അങ്ങനെ എല്ലാം ഇപ്പോൾ ഓക്കെ ആവില്ലല്ലോ. പക്ഷെ എന്നാലും വലിയ തടസ്സമൊന്നും ഇല്ലാണ്ട് അങ്ങനെ പോയിട്ടുണ്ട്, വലിയ സീനില്ല. ഇതാണ് കേട്ടോ എന്നാൽ ചാൾസ് ബ്രിഡ്ജിൻ്റെ യഥാർത്ഥ എൻട്രൻസ്. ഓ പൊളി. നമ്മൾ നേരത്തെ കുന്നിൻ്റെ മുകളിൽ നിന്ന് എങ്ങോട്ട് വന്നതാണ്, അതാണ് അവിടത്തൂടെ വന്നത്. കൊള്ളാം. അവിടെ ഒരു സ്റ്റാച്യു, അതൊറ്റാണോ ചാൾസ്? നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഓൾഡ് ടൗണിലേക്ക് എൻട്രി ചെയ്തതാ. നല്ല തിരക്കുമുണ്ട്, നല്ല കുറേ കടകളും ഉണ്ട്. ഒക്കെ നൈസ്, പൊളി. നല്ല കുറച്ച് കടകളൊക്കെ കാണുകയാണെങ്കിൽ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം. നടന്ന് വേറൊരു ജംഗ്ഷൻ പോലുള്ള സ്ഥലത്ത് ഈ ഓൾഡ് ടൗണിൽ തന്നെ. എനിക്ക് ഏതാ അടിപൊളി. രണ്ട് വഴിയായിട്ട് പോകുന്നുണ്ട്. ബിൽഡിംഗ് ഒക്കെ നൈസ്.
ഇതൊന്ന് മൊത്തം ഷൂട്ട് ചെയ്താലേ വീഡിയോ അങ്ങ് തീരൂലെന്ന് ഒരുപാടുണ്ടാവും. ഞാൻ നിങ്ങൾക്ക് വെറൈറ്റി ഒരു കട കാണിച്ചു തരാം. ഒരു മുട്ടായിക്കടയത്, ഫുള്ള് എസ്തെറ്റിക്കായിട്ട് അടിപൊളി. അതിൻ്റെ ഉള്ളൊക്കെ കണ്ട ഒരു ഹൊറർ ഫീല്. ആ മുട്ടായും കല്ലിതാ പോണം, ഫുൾ നൈസ്. അതിൻ്റെ ഫുള്ളൊരു ട്രെയിനിൻ്റെ ഒരു സെറ്റപ്പിൽ ഫുൾ മുട്ടായികളാണ്. പഴയതാ വെള്ളച്ചാട്ടമൊക്കെ ഇതാ. ഇതെന്തായാലും അടിപൊളി, ഒരു വെറൈറ്റി ആയി. ഇതും ആ ഓൾഡ് ടൗണിലുള്ളൊരു ഇത് പാലസാണ്, പക്ഷെ ഹോട്ടലുമാണ്. ഒരു പാലസ് സെറ്റപ്പിലുള്ളൊരു ഹോട്ടൽ. ഏതാ രസം, അടിപൊളി. അങ്ങനെ ഓൾഡ് ടൗണിലേക്ക് നിന്ന് വേറൊരു ജംഗ്ഷൻ എത്തി. ഇതാടാ ക്ലോക്ക്. ഇതാണ് ഗായ്സ് ആ വേൾഡ് ഫേമസ് മറ്റേ ഒരു രാവിലെ 12 മണിയാകുമ്പോൾ ആ ഭയങ്കര ഒരു ഷോ ഉണ്ട്. നാളെ 12 മണിയാകുമ്പോൾ ഇവിടെ വരണം. പിന്നെ അവിടെ ഒരു കിടിലം ചർച്ചും, അടിപൊളി. ഓ ഇതാണ് മോനെ. ഈ ക്ലോക്കിൻ്റെ പേരെന്തായിരുന്നു? അതെ, ആസ്ട്രോണോമിക്കൽ ക്ലോക്ക്. ഓ അപ്പോൾ നാളെ ഇവിടെ വരണം. ഇതൊക്കെ എത്ര റീല് കണ്ടതാ. ഫൈനലി ഐ എം ഹിയർ. വെൽക്കം ടു പ്രാഗ്. പൊളി. ഇവിടെ എപ്പോഴും നല്ല ആൾക്കാരുണ്ടല്ലോ. എന്നാലും ഈ ഏരിയയും പൊളി കേട്ടോ. സ്ക്വയർ ഇതാണ് അതിൻ്റെ കറക്റ്റ് ആ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. ഈ ടവർ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഇതാണ് ആ ക്ലോക്ക്. പിന്നെ അതിന്നൊക്കെ എന്തോ ഓപ്പണായിട്ട് സാധനം വരും പുറത്തേക്ക്. ഞാനൊരു അടിപൊളി വീഡിയോ കാണിച്ചു തരാം. ഈ ലൈറ്റിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ആ ചർച്ചിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അടിപൊളിയാണ്. അതിൻ്റെ മുകളിലെ ബ്ലാക്കായിട്ട് ഭയങ്കര ടെറർ ലുക്ക്. ഇതാണ് ആ ക്ലോക്ക് ടവറിൻ്റെ ഒരു ഫുൾ വ്യൂ, ഫ്രണ്ട് വ്യൂ ആണിത്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇത് ഫുള്ള് അവിടെ ഒരു ചർച്ച്. പിന്നെ ഇത് വലിയൊരു സ്ക്വയറായത്, അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. പിന്നെ ഈ ചർച്ച്, കുറേ കഫേകളെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ എന്തോ ഒരു മോണമെൻ്റ് സെറ്റപ്പും എന്നാലും ഒന്നും ഒരു രക്ഷയില്ല. ഇതെങ്ങനെയാ പറയാൻ, കണ്ടാലും തീരണമില്ല, മതിയാവണമില്ല. എങ്ങോട്ടും നല്ല നല്ല സ്ട്രീറ്റുകളാണ്. അങ്ങോട്ടൊക്കെ നല്ല ആൾക്കാരും ഉണ്ട്. ഇന്ന് വീക്കെൻഡാണ്, സാറ്റർഡേ നൈറ്റ്. പിന്നെ പറയണ്ടല്ലോ. അല്ല ഈ ബിൽഡിംഗ് ഒക്കെ അടിപൊളി. ഇതിനൊക്കെ 500 കൊല്ലത്തിന് മുകളിൽ പഴക്കമുണ്ട് ഇതിനൊക്കെ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നെന്തായാലും രാവിലെ റിഗേന്ന് തുടങ്ങിയ യാത്രയാണ്. അപ്പോൾ പ്രാഗിലെത്തി. പ്രാഗിൽ ഒരു സൈഡ് മൊത്തം കണ്ടു കഴിഞ്ഞു, ആ കുന്നിൻ്റെ മുകളിലുള്ള. അവിടെ ഇനിയൊന്നും ബാക്കിയൊന്നുമില്ല. ഇനിയിപ്പോൾ നാളെ ഈ ഓൾഡ് ടൗൺ ഒന്ന് പകലൊന്ന് കാണണം. ഇവിടെ അത്യാവശ്യം കാണാനുണ്ട്, ഇത് കണ്ടു കഴിഞ്ഞില്ല. ഇവിടെയൊക്കെ വരണം, ഈ സ്ക്വയറിൽ. പിന്നെ അതൊന്ന് പകലുള്ള വ്യൂവും കൂടി ഞാൻ വീഡിയോ ആഡ് ചെയ്യാം. അത് നാളത്തെ വീഡിയോ ആയിട്ടായിരിക്കും വരിക. ഇതിപ്പോൾ അത്യാവശ്യം ലോങ് ആയി. ഞാൻ ഒന്നും കട്ട് ചെയ്യുന്ന മാക്സിമം കട്ട് ചെയ്തിട്ടിടാം. എന്നാലും അത്യാവശ്യം ലെങ്ത് ഉണ്ടാവും, കാരണം റിഗേന്ന് തുടങ്ങിയ യാത്രയല്ലേ. എന്തായാലും ഓക്കെയാണ്. പിന്നെ പ്രാഗ് എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും വരിക. കാരണം നമ്മളിങ്ങനെ ഒരേ കൺട്രി തന്നെ നിന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. ബാക്കി കൺട്രികളൊക്കെ ഒന്ന് കണ്ട് അവിടുത്തെ ലൈഫ് സ്റ്റൈലും പിന്നെ അവിടുത്തെ ഭാഷയും പിന്നെ അവിടുത്തെ ഫുഡ് ഒക്കെ ഒന്ന് ട്രൈ കാണുകയൊക്കെ ചെയ്യാം. പിന്നെ ഞാനിങ്ങനെ പറയാണ്, പറ്റുന്നവരൊക്കെ ചെയ്യുക. അതൊരു അടിപൊളിയായിരിക്കും, എല്ലാത്തിനും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതിനിപ്പോൾ മൊബൈലിലും ചാർജ് തീരാനായി, രാവിലെ ഷൂട്ടിങ് തുടങ്ങിയതാണ്. പിന്നെ ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നേരെ റൂമിലോട്ട്, അത്രേ ഉള്ളൂ. ഇനി ബാക്കി നാളെ കാണാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.